കൃപ അതൊരു സ്പെഷ്യൽ വേർഡാണ്. ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ മാറ്ററാണ്. കൃപ നമുക്ക് വേണം. കൃപയുണ്ടെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ അതൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള നിരുപാധികമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം മോശയോട് പറയുകയാണ്, 13 വാക്യം നോക്കാം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്കെന്നോട് കൃപയുണ്ടാകുവാണ്ടക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. നോക്കിക്കേ, മോശ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? കൃപ. എല്ലാവരും പറഞ്ഞേ, കൃപ. അതൊരു സ്പെഷ്യൽ വേർഡാണ്. ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ മാറ്ററാണ്. കൃപ നമുക്ക് വേണം. കൃപയുണ്ടെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ അതൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള നിരുപാധികമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കൃപ വേണം. ഈ മൈൻഡ് തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാകട്ടെ. എനിക്ക് കർത്താവിൻ്റെ കൃപ മതി, എനിക്ക് കർത്താവിൻ്റെ കൃപ വേണം, എനിക്ക് യേശുപ്പൻ്റെ കൃപ വേണം. ഹല്ലേലൂയ. കൃപയുണ്ടെങ്കിൽ നമ്മുടെ കഴിവിൽ നിന്നും അപ്പുറമായിട്ടുള്ള, നമ്മുടെ യോഗ്യതയ്ക്ക് അപ്പുറമായിട്ടുള്ള ഒരു ദൈവ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. ഹല്ലേലൂയ. കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. 14 വാക്യത്തിൽ അതിന് ദൈവം എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ദൈവം മുന്നമേ പറഞ്ഞു, ഇവർ ദുശാഠ്യമുള്ള ജനമായതുകൊണ്ട് ഇവരുടെ കൂടെ ഞാൻ നടക്കില്ല, പക്ഷെ എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. മോശയോട് പറയുകയാണ്. മോശയെക്കുറിച്ച് വചനം പറയുന്നു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. സൗമ്യത, ക്യാരക്ടർ, നല്ല സ്വഭാവം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. താഴ്മയുണ്ട്, അനുസരണയുണ്ട്, ഭയഭക്തിയുണ്ട്. അതുകൊണ്ട് ദൈവം മോശയോട് കൂടെ ഇരുന്നു. ദൈവം കൂടെ ഇരിക്കണമോ? സ്വഭാവത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകണം, ചിന്തയിൽ വിശുദ്ധീകരണം ഉണ്ടാകണം, സംസാരത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകണം, നോട്ടത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകണം, പെരുമാറ്റത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകണം. ദൈവം കൂടെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൂടെ ഇരിക്കുവാണ്ടൊക്കെ വേണം. നമ്മെ എങ്ങനെയൊക്കെ വിശുദ്ധീകരിക്കാമോ അങ്ങനെയൊക്കെ വിശുദ്ധീകരിച്ചാൽ അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവം മോശയോട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. സ്വസ്ഥത ആര് തരും? ദൈവം തരും. ദൈവം തരും. നമ്മുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായേക്കാം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഹല്ലേലൂയ. പല വക്ര ബുദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിൽ വക്ര മനുഷ്യർ നിങ്ങളെ സമീപിച്ചേക്കാം. എന്നാൽ അവിടെയെല്ലാം അതിൻ്റെ മധ്യത്തിലും സമാധാനത്തോടും സ്വസ്ഥതയോടും ആയിരിക്കുവാൻ കർത്താവ് ഒരു പ്രത്യേക ജ്ഞാനത്തെയും കൃപയെയും തൻ്റെ മക്കൾക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 15 വാക്യത്തിൽ അവനവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. മോശ പറയുകയാണ്, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ ആയിരിക്കും. യു വിൽ ബി എ സ്പെഷ്യൽ പീപ്പിൾ ഇഫ് ഗോഡ് ഈസ് വിത്ത് യു. ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യൽ ജനമായിരിക്കും, പ്രത്യേകതയുള്ള ജനമായിരിക്കും.